ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തുടങ്ങണം, പ്രിലിമിനറി സ്റ്റേജിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഘട്ടവും എഴുതി. അതിൽ പക്ഷേ എനിക്ക് ഇപ്രാവശ്യം 5 മാർക്കിനാണ് മിസ്സായത്. അതോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നമുക്കൊരു ഈ ഒരു എക്സാമിനോടൊരു പേടിയല്ല, ഒരു തരത്തിലൊരു നമുക്കൊരു എന്താണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം, നമുക്ക് സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങി. ഈ എക്സാമിൽ എന്തുകൊണ്ടാണ് ഒരു സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങിയ സമയത്താണ്. അപ്പോൾ അന്ന് റിസൾട്ട് വരുന്ന സമയത്ത് വാപ്പയും ഉമ്മയും അപ്പം 2 പേരും എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഇത് എന്തെങ്കിലും പടച്ചവൻ നമുക്ക് തരാതിരിക്കില്ല, നമുക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും എന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ അപ്പോൾ അന്ന് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്തു, റിസൾട്ട് വന്ന ഉടനെ തന്നെ അപ്പുറം ആ റിസൾട്ട് വന്ന് അടുത്ത പ്രിലിംസ് എക്സാമിലേക്ക് ആകെ ഒരു 5 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ വേണം എനിക്ക് ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റിൽ നിന്ന് എനിക്ക് റീകൂപ്പ് ചെയ്യണമായിരുന്നു. അപ്പം റീകൂപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് വാപ്പയും അമ്മയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, നീ ഒന്നിനെപ്പറ്റിയും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഒന്നിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല, നീ പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ഗുരുക്കന്മാർ ഈ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരും എന്നെ ഭയങ്കര മാനസികമായിട്ട് എനിക്ക് സപ്പോർട്ട് തന്നു. അപ്പോൾ അതിൽ നിന്നും ഭയങ്കരമായിട്ടൊരു എനിക്കൊരു പ്രചോദനം, നമുക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാം. പക്ഷെ അതിനിടയിലാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട് ഒരു കോൾ വന്നു. പക്ഷെ അവനത് ഒരു മനഃപൂർവ്വം പറഞ്ഞതൊന്നുമല്ല. പക്ഷെ അവൻ ഇങ്ങനെ പറയുണ്ടായി, ഈ സിവിൽ സർവീസ് എക്സാം ഭയങ്കര ടഫാണല്ലേ, അപ്പം ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനാണ് സമ്മതിച്ചത്, അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പറയും. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണല്ലോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്ത് വേറെ രൂപത്തിൽ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, ഞാനൊരു നെഗറ്റീവ് എക്സാമ്പിളായിട്ട് മാറുന്നു എന്നുള്ളൊരു നമ്മൾ എഫേർട്ട് ഇട്ടു, നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നമ്മളൊരു നെഗറ്റീവ് എക്സാമ്പിളായിട്ട് മാറുന്നു എന്ന് എനിക്ക് തോന്നിയ സമയത്ത് അത് വീണ്ടും ഒരു ഫയർ എൻ്റെ ഉള്ളിൽ വീണ്ടും ഫയർ ഉണ്ടാക്കി. കാരണം ഇങ്ങനെ ഇനി വരുന്ന ഒരു തലമുറ, ഇപ്പം നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടിട്ടും നമുക്ക് കിട്ടിയില്ല എന്നൊരു നെഗറ്റീവ് എക്സാമ്പിളായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തലമുറ ഇതിലേക്ക് തയ്യാറാവില്ല വരാൻ. അത് എൻ്റെ ഒരു ഫയർ ഉണ്ടാക്കി. ആ ഫയറോട് കൂടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ മൂന്നാമത്തെ ഇൻ്റർവ്യൂവിൽ വരുന്ന ഈ അറ്റംപ്റ്റിലേക്ക് ഞാൻ പോകുന്നത്.